ഇനി നമുക്ക് ചിക്കൻ സെറ്റ് ചെയ്യാം. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനിലോട്ട് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, പിന്നെ തൈരും, പുളിയില്ലാത്ത തൈരും, പിന്നെ ഒരു മുട്ടയുടെ പകുതി എടുത്തേക്കുന്നത് അത് കൂടി വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാം. അതിന് ശേഷം ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഡീപ്പ് ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ പാനിലോട്ട് ഇതേ എണ്ണ തന്നെ ഇപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് പെരുംജീരകം, പട്ട, പിന്നെ ഇത് സ്റ്റാറുമാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് അതിൻ്റെ കൂടെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടി ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ല ഫ്രൈ രൂപത്തിലാവണം. നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മസാല ചേർക്കാം. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകവും ഗരം മസാല ഈ 4 ചേർത്തേക്കുന്നത് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ വറുത്ത് വെച്ചിരുന്ന ചിക്കനും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ കറി സെറ്റാവും. കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി സെറ്റായി. ഞാനിത് 2 സെപ്പറേറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ചിക്കൻ ബാക്കി വന്നാലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ഇതിനകത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട്. ഇല്ല, നിങ്ങൾക്ക് മിക്സ് ചെയ്യണമെങ്കിൽ ചിക്കൻ കറി ഈ നമ്മൾ നേരത്തെ ദമ്മിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു ലെയറിൻ്റെ അകത്ത് നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ചിക്കനും കൂടി വെച്ചിട്ട് ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദമ്മിട്ട് ചിക്കൻ ബിരിയാണി വരും. ഞാൻ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ ഇട്ട് വെച്ചേക്കുന്ന ബിരിയാണി എല്ലാം ദമ്മ് പൊട്ടിച്ച് അതും ചിക്കൻ കറി കൂടെ ഓണിയനും പിന്നെ അച്ചാറും എല്ലാം ഒരു പിടിച്ചാണല്ലോ സ്വർഗം അങ്ങനെ അടിപൊളി പൊരിച്ച ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ പൊരിച്ച കോഴീൻ്റെ